ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ചോറ് എല്ലാവരുടെ വീട്ടിലും ബാക്കിയാവുന്നൊരു സംഭവമല്ലേ ചോറ്. എത്ര ശ്രദ്ധിച്ചാലും എങ്ങനെയൊക്കെ നോക്കിയാലും ബാക്കി വരും അല്ലേ. അപ്പോൾ നമ്മളത് ഡെയിലി കൊണ്ടുവെക്കുന്നത് ഫ്രിഡ്ജിൽ തന്നെയാവും. അപ്പോൾ അങ്ങനെ ബാക്കി വരുന്ന ചോറ് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹൽവ എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ആർക്കും തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ചോറാട്ട എടുത്തിട്ടുള്ളത്. ഏത് ചോറായാലും ഏത് അരിൻ്റെ ചോറായാലും കുഴപ്പമൊന്നുമില്ല. മറ്റേ നെയ്ച്ചോറിൻ്റെ അരി ആവരുത്, സാധാ ചോറ്. അതിൻ്റെ 2 കപ്പ് ചോറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ളത് 5 പീസ് വെല്ലയില്ലേ, അതാണ് വേണ്ടത്, ശർക്കര. അപ്പോൾ അത് 5 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്കിനി 2 ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലവർ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലവർ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളമായിട്ടാണ് വേണ്ടത്. അപ്പോൾ 1/4 കപ്പ് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പം സാധാ വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ചൂടുവെള്ളമൊന്നും ഒഴിച്ചേക്കരുത്, കാരണം പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടില്ലേ വെല്ലം, ശർക്കര, അത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ശർക്കര ഇട്ടിട്ട് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വെള്ളത്തിൽ വേണം നന്നായിട്ട് തന്നെ ഇതൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് മെൽട്ടായി കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ചൂടാവുന്ന സമയത്തൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് മെൽട്ടായി കിട്ടിക്കോളും. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ തണുത്ത് വരട്ടെ. ആ ഒരു ചൂടൊക്കെ മാറി കിട്ടണം കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് 2 കപ്പ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടില്ല ചോറ്, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാനൊരു 1.5 കപ്പ് വെള്ളമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഒഴിക്കുന്നത് എനിക്ക് ആ വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ 1.5 കപ്പ് വെള്ളം ചേർത്താലാണ് എനിക്ക് ഇതേപോലെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോറിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കുക, എന്നിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്, കൂടുതൽ ലൂസായി പോകരുത്. അപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് നിറച്ച് കട്ടി തേങ്ങാപ്പാലില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഞാനൊരു വലിയ തേങ്ങൻ്റെ പകുതി തേങ്ങ ചിരകിയിട്ട് നല്ല കട്ടിയായിട്ട് തന്നെ പാലെടുത്തതാണ് കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ട് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവർ ഇല്ലേ, അത് കുറച്ച് അടിയിലൊക്കെ നിന്നിട്ടുണ്ടാവും. ആ ഒരു കോൺഫ്ലവർ അടിയിലൊക്കെ പോയി നിൽക്കും. അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു എന്താ പറയുക, എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ആവുന്ന രീതിയിൽ ഈ ഒരു തേങ്ങാപ്പാലും അതുപോലെ ചോറ് അരച്ചതും അതുപോലെ കോൺഫ്ലവറും ഇത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേറൊരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ട്, ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല അടികട്ടിയുള്ള ഉരുളിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ലേ, അടിക്ക് പെട്ടെന്ന് പിടിക്കുന്ന സംഭവങ്ങളൊന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. ഇനി ഈ ഒരു പാനിലോട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടില്ല വെല്ലം, ശർക്കര, അത് നന്നായിട്ട് തന്നെ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. വെല്ലമൊക്കെ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ചെറിയ ചെറിയ കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് തിളച്ച് വരുന്ന ടൈമിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ച് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പശു നെയ്യ്. ഇനി അത് വീണ്ടും നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടില്ലേ ചോറരിച്ചതും തേങ്ങാപ്പാലൊക്കെ, അത് ഈ ഒരു വെല്ലത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മുടെ മെയിനായിട്ടുള്ള പണിയെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ആ ഒരു വെല്ലവും ആ ഒരു ചോറിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ഏലക്കൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂം കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ മാത്രമാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി.
തേങ്ങ കൊത്തുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, നെയ്യിൽ വറുത്തിട്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാവും. ഞാനിവിടെ കുറച്ച് ബദാമും കാഷ്യൂ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളേ. ഇനി ഇതിലോട്ട് വീണ്ടും 1 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഹൽവക്ക് ആ ഒരു ടെക്സ്ചറും ആ ഒരു എന്താ പറയുക ഗ്ലേസിംഗ് ഒക്കെ കിട്ടണമെങ്കിൽ നെയ്യ് അത്യാവശ്യമല്ലേ. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു നെയ്യ് തന്നെയാണ്. അപ്പോൾ വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മെയിനായിട്ടുള്ള പണി ഈ ഒരു ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു കുറുകി വരൂലേ, കുറുകി ആ ഒരു പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു ടൈം വരെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ നിൽക്കുക, ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ, കുറച്ചൊരു കട്ടിയായി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും നെയ്യൊക്കെ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് നല്ലോണം വറ്റി കുറുകി വരും കേട്ടോ. അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി കുറച്ചുകൂടെ വറ്റി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ച് വീണ്ടും ഗീ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ടോട്ടലി 4 ടേബിൾ സ്പൂൺ ഗീ ആട്ടോ ഞാൻ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതും കൂടി ചേർത്ത് കഴിയുമ്പോൾ ദേ കണ്ടില്ലേ, പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ നല്ല ഡാർക്ക് ശർക്കര ഉള്ളതെങ്കിൽ നല്ല ഡാർക്ക് കളറിലുള്ള ഹൽവ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എൻ്റെ നോർമൽ ആ ഒരു കളറായിട്ടാണ് ഉള്ളത്, എന്നാലും നല്ല ടേസ്റ്റുമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ആ ഒരു ലെവലെത്തുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേറൊരു എന്താ പറയുക ട്രേയിലോട്ട് മാറ്റി കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ ട്രേ ഉള്ളതെങ്കിൽ അങ്ങനെ അതായാലും മതി കേട്ടോ. അതിൽ കുറച്ച് ഞാൻ ഈ ഒരു ഗീ അതിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കാണാൻ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെള്ള എള്ളില്ലേ അതിട്ട് കൊടുക്കുക. അപ്പോൾ അതേ കണ്ടില്ലേ, പാനിൽ നിന്ന് വരുന്നത് നന്നായിട്ട് തന്നെ വിട്ട് അങ്ങനെ വരും. നമ്മൾ നെയ്യൊക്കെ ചേർത്തല്ലേ, അപ്പോൾ ഒന്നും പാനിലൊന്നും ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യില്ല. ഈ ഒരു ലെവൽ വരെ നമ്മൾ ഇളക്കിയിട്ട് ഈ ഒരു ടെക്സ്ചർ എത്തുന്നവരെ ചെയ്യണം കേട്ടോ. പെട്ടെന്ന് തന്നെ എന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും വേണ്ടി വരും ഇങ്ങനെ ഇളക്കി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ, ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും ഒന്ന് മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ട്രേയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലില്ലേ, നമ്മളൊരു 2-3 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഇതുപോലെ വേറൊരു പ്ലേറ്റിലോട്ടോ മറ്റോ ഡിമോൾഡ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോഴേ നല്ല കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടുള്ളൂ. കറക്റ്റ് ഒരു ഹൽവൻ്റെ ടേസ്റ്റും അല്ലെങ്കിൽ നമ്മൾ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതിൻ്റെ ടേസ്റ്റും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാനില്ലേ ഈ ഒരു ഹൽവ കുറച്ച് വലിയ ട്രയലാട്ടാണ് ഒഴിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഈ ഒരു കട്ടിയിൽ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ കുറച്ച് ചെറിയ ട്രയൽ ഒരു 5 ഇഞ്ച് 6 ഇഞ്ചിൻ്റെ ഒക്കെ ട്രയലാണ് ചെയ്യുന്നതെങ്കിലില്ലേ നല്ല കട്ടിയിൽ നല്ല തടിയിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാല്ലാ ഇനിയും നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സൊക്കെ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.